പ്രിയമുള്ളവരെ, മഞ്ചേരി വ്ളോഗറാണ്. കേരളത്തിൽ തെരുവ് പട്ടികൾക്കാണോ അതല്ല മനുഷ്യ ജീവനുകൾക്കാണോ വില കൽപ്പിക്കുന്നത്? എല്ലായിടത്തും തെരുവ് നായ്ക്കൾ ഇങ്ങനെ വിലസുകയാണ്. ഇവിടെ ഒരു അപകടമുണ്ടായിരിക്കുന്നു മങ്കട കർക്കിടകത്ത്. 2 ദിവസം മുൻപാണ് അപകടമുണ്ടായത്. പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു ഗൃഹനാഥനാണ് ഇവിടെ പൊലിഞ്ഞു പോയത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. മങ്കട കർക്കിടകത്തെ വളവിലാണ് ഈ അപകടം ഉണ്ടായത്. റോഡരികിലെ നിർത്തിയിട്ട ബൈക്കിൽ ഇറച്ചി കവർ ഉണ്ടായിരുന്നു. അത് ഒരു നായ കടിക്കുന്നത് കണ്ട ബൈക്ക് ഉടമ ആ നായയെ ഓടിക്കുകയും നായ റോഡിന് കുറുകെ ഓടുകയും ചെയ്തു. നായ ഓടുന്ന ഓട്ടത്തിനിടയിൽ അതിലെ വരികയായിരുന്ന ഓട്ടോയിൽ തട്ടുകയും ഓട്ടോ നിയന്ത്രണം വിട്ട് മറിയുകയും ചെയ്തു. ഓട്ടോ ഡ്രൈവറായ കടൂക്കുന്നൻ നൗഫലാണ് സംഭവത്തിൽ ദാരുണമായി മരണപ്പെട്ടത്. അസുഖബാധിതരായ 2 കുട്ടികൾ അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു മരിച്ച നൗഫൽ. പകലന്തിയോളം ഓട്ടോ ഓടിച്ച് ഉണ്ടാക്കുന്ന വരുമാനം കൊണ്ടായിരുന്നു ഉമ്മയും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന ഈ കൊച്ചു കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. ഉപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടിരുന്നു. കേരളത്തിലെ അങ്ങാടികളിലും മറ്റും തെരുവു നായകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യ ജീവനുകളേക്കാൾ വലുത് തെരുവു നായകൾക്കാണ് സ്ഥാനം. ജില്ലയിൽ തെരുവ് നായ കടിച്ചതിനെ തുടർന്ന് വിഷബാധ സംഭവിച്ച മരണങ്ങൾ വരെ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇവയെ നിയന്ത്രിക്കാൻ പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും ഇടയ്ക്കിടെ ചില പദ്ധതികൾ നടപ്പാക്കാറുണ്ടെങ്കിലും ഒന്നും വിജയിക്കാറില്ല. മാത്രമല്ല അപ്പോൾ എത്തും മൃഗസ്നേഹികളും. ഈ കാണുന്നത് ഒരു കിളിക്കൂടല്ല. ഈ റോട്ടിൽ വെച്ചത് ഒരു കിളിക്കൂടല്ല. ഇത് നിങ്ങൾക്ക് ഒരു കിളിക്കൂടാണെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഈ കാണുന്ന കുഴി, ഈ കാണുന്ന ചാല്, ഇത് കണ്ടോ? വാട്ടർ അതോറിറ്റി അല്ലേ? അതുപോലെ സ്ഥിരം പരിപാടിയാണ്. ഒരു റോഡ് വൃത്തിയായി ഒരു തല മുഴുമിക്കുമ്പോഴത്തേന് ഈ തലക്കന്ന് കീറിക്കൊണ്ടുവരും. എന്നാൽ അത് പൂർത്തീകരിച്ച് പോകില്ല. അപ്പോൾ കണ്ടില്ല, ഇന്നലെ ഇപ്പോൾ ഇവിടെ അപകടം നടന്ന നമ്മളൊരു ഓട്ടോ ഡ്രൈവർ ഇന്നലെ മരണപ്പെട്ടു. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഈ കുഴികൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അപകടത്തിന് സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് റോഡിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഇത് കാണില്ല. കണ്ടില്ല, ഇതിൻ്റെ അവസ്ഥ ശരിക്കും കിലോമീറ്ററുകളാണ് ഈ ഇങ്ങനെ ഒരു പാടുള്ളത്. കണ്ടോ? ഏകദേശം അല്ലേ 6 ഇഞ്ച് 8 ഇഞ്ച് 10 ഇഞ്ച് വരെയുള്ള ആഴുണ്ട് ഈ കുഴി. ശരിയാണ്. ഇത് ചെറിയ വാഹനങ്ങൾ പിന്നെ ഓട്ടോറിക്ഷമാർ ബൈക്കുകളൊക്കെ പെട്ടെന്ന് ചാടുമ്പോൾ തന്നെ മറിയാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതല്ല അവിടുന്ന് വണ്ടി വരുമ്പോഴൊക്കെ അങ്ങോട്ട് വെട്ടിക്കലും. ഈ റോഡ് പണി എന്ന് പറഞ്ഞാൽ എല്ലാം തട്ടിക്കൂട്ട് പരിപാടി. ഇത് കണ്ടോ? ഇത് വാട്ടർ അതോറിറ്റി ചാല് കയറി പെട്ടെന്ന് തന്നെ മണ്ണിട്ട് ഫില്ലാക്കി അവരടച്ചു. 2 ദിവസം കഴിഞ്ഞ് നേരെ ടാറും ചെയ്തു. അതാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും ഉള്ള ഒരു അവസ്ഥയാണിത്.